ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേക് ഇഞ്ചപ്പിനോടായിട്ട് പറയുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ വന്നു കയറിയിട്ടുണ്ടെന്നത് രാജ്കുമാർ അദർവേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ശരിക്കും അയാളല്ല, അത് ശരിക്കും ഷാർമിളയാണ്. അതായത് ശിവയുടെ അമ്മ. ഇവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് ഈ രാജ്കുമാർ എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്നത് വർഷയുടെ ശത്രു തന്നെയായിരിക്കും. അയാളെയാണ് കണ്ടെത്തേണ്ടത്. അവളുടെ ശത്രുവിനെ നമുക്ക് ഒതുക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ വിവേക്. അപ്പോൾ ഇഞ്ചപ്പനാണ് പറയുന്നത്, എന്തായാലും എല്ലാ കാര്യത്തിനും ഞാനും കൂട്ടു നിൽക്കാം, നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇരിക്കുകയായിരിക്കും ഇഞ്ചപ്പ നല്ലതെന്ന് പറയുന്നു കേട്ടോ. പിന്നെയും വിവേകിൻ്റെ വീട്ടിൽ ധനപാലനാണെങ്കിലോ കവടിയൊക്കെ നിർത്തി വർഷയുടെ ഒരു ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ദീർഘായുസാണല്ലോ ഈ കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ എങ്ങനെ ഇവൾക്ക് ഈ അസുഖം വരാൻ കാരണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിവേക് അവിടേക്ക് വരുന്നുണ്ട്. അച്ഛനാണെങ്കിലോ വർഷയുടെയും അതുപോലെ തന്നെ രാഹുലിനെയും ജാതകപുരത്തൊക്കെ നോക്കുകയായിരിക്കും അമ്മ പറഞ്ഞിട്ട് എന്നും പറയുന്നുണ്ട്. എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ നോക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ മോനെ, ഇത് ദൈവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനും പറയുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഹുലിന് വർഷയുടെ കാര്യമാണ്. അത് മാത്രമല്ല, വർഷയുടെ മാത്രം കാര്യമാണ്, ആ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നോക്കി കാണണമെന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ രാജ്കുമാർ സാറിനാണെങ്കിലോ അവളെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാൻസി വില്ലയിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോയി. ഇപ്പോൾ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അച്ഛനെ പോലെയാണ് ആ കുട്ടിക്ക്. മാമനാണെങ്കിലും അയാളെ വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ എന്തിനാ അങ്ങോട്ട് പോയത്, എന്തോ ഒരു ചതി മണക്കുന്നുണ്ടല്ലോ എന്ന് വിവേകം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേകം അങ്ങോട്ട് എത്താനായിട്ട് ശ്രമിക്കുന്നു. രാജ്കുമാരാണെങ്കിലോ അഞ്ജുവിനോടും അതുപോലെ തന്നെ അഭിയോടും വർഷയുടെ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവളൊരു മരത്തിൽ നിന്ന് വീണു, എന്നിട്ട് തുടയുടെ അവിടെ വലിയൊരു മുറിയായി, എന്നിട്ട് സ്റ്റിച്ച് ഇട്ടു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് അഞ്ചു പറയുന്നുണ്ട്, എന്തിനാ മാമൻ ഈ അവളിങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ എനിക്ക് ഇപ്പോഴും കുട്ടിയല്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഇവൾ പോകുന്നിടത്തേക്കൊക്കെ ഞാനും വരുന്നത്, അത് ശരിയാണല്ലോ. പിന്നെ എനിക്ക് നല്ല നടുവേദന, എനിക്ക് നടുവിലൊന്ന് കുഴമ്പിട്ടിട്ടൊന്ന് ഒഴിഞ്ഞു തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. വർഷമോള് ചെയ്താലും ഇത് പെട്ടെന്ന് ഭേദമാകുമെന്ന് പറയുമ്പോൾ വർഷയാണെങ്കിലോ ഞാനൊന്നും ചെയ്തു തരില്ല, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്താ വർഷേ, മാമൻ പറഞ്ഞതല്ലേ ചെയ്തു കൊടുത്തൂടെ എന്ന് അഞ്ചും അഭിയും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫീസിലൊന്ന് പോകണം, അതിൽ കുറച്ച് ധൃതിയുണ്ട്, എന്നാലും ഞങ്ങൾ ചൂടുവെള്ളം കൊണ്ടുവരാം. അഭി പറയുന്നുണ്ട്, ഞാൻ കുഴമ്പും കൊണ്ടുവരാം, അതിനുശേഷം തന്നെ നമുക്ക് ഒഴിയാമെന്ന് പറയുന്നുണ്ട്. പിന്നെ വർഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷ ഒരു പാവം കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും ചെയ്യും, പക്ഷെ അവളുടെ രണ്ടാനച്ഛനാണ് അവളിങ്ങനെ ദ്രോഹിച്ചതെന്നൊക്കെ അഞ്ചു പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ രണ്ടാനച്ഛന് മാത്രമല്ലല്ലോ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്ന ആ ചന്ദ്രദാസും കൂടി എന്ന് പറയുമ്പോഴത്തേനും ചന്ദ്രദാസിന് ഒരു അടി കിട്ടുന്ന പോലെ ആവുന്നുണ്ട് കേട്ടോ. ഒരു ദുഷ്ടൻ, അയാളെ പെട്ടെന്ന് തന്നെ പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ അഞ്ചു പറയുന്നുണ്ട്. ഒരുപാട് കേസുകൾ അയാളെ തലയിൽ കെട്ടി വെച്ചിട്ട് അയാൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുരത്തണം എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, നമുക്ക് ഒഴിയാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പറഞ്ഞയച്ചു വിടണം. വർഷേ മോളെ നീ വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രദാസ് വർഷയെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അയാളോ എൻ്റെ മേത്തുനിന്ന് വിടാനൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇതാ ഇപ്പം നീ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ നാരായണി ചേച്ചിയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ, അവളുടെ ഗതി അതോ ഗതി തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് കാരണമാണോ തന്നെ എങ്ങനെ സഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് താഴത്തെ റൂമിലേക്ക് തന്നെ പോകാം, അവിടെയാണ് കൂടുതൽ സൗകര്യം എന്നൊക്കെ പറഞ്ഞ് ഒരു വൃത്തികെട്ട രീതിയിൽ തന്നെ വർഷയോട് സംസാരിക്കുന്നു കേട്ടോ. ആ ഒരു സമയത്ത്, അതായത് രാജ്കുമാർ അവിടെ ഇല്ല എന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ വിവേക് രാജ്കുമാറിൻ്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇയാൾ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയാണോ ചെയ്യുന്നത്. ആ സമയത്ത് ചന്ദ്രദാസ് എന്നാണ് പേര്. ഇപ്പം മനസ്സിലായി അയാളൊരു ചതിയനാണ്. ഇയാളെങ്ങനെ വർഷയുടെ അടുത്തേക്ക് വന്ന് വർഷയുടെ ശത്രുവാണ്, പക്ഷേ വർഷ എന്തിനാ ഇയാളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം, പക്ഷെ അത് ആരും അറിയാനും പാടില്ല, എന്തോ പ്രശ്നമുണ്ട്, അത് ആദ്യം തന്നെ തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് വിവേക് ഝാൻസി വില്ലയിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് രാജകുമാരനെ ഒഴിയാനായിട്ട് കുഴമ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വർഷയോട് പറഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് വൃത്തിയുടെ രീതിയിലൊക്കെ അയാൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അഞ്ചു വരുന്നത്. ഇതാ ചൂടുവെള്ളമുണ്ട്, ഇത് വെച്ചിട്ട് പിടിച്ചാൽ പെട്ടെന്ന് തന്നെ വേദന മാറുമെന്ന് പറയുന്നു. അത് നന്നായി, അതാണ് ഈ തിളയ്ക്കുന്ന വെള്ളമാണ്,
അങ്ങനെ രാജ്കുമാറിൻ്റെ ദേഹത്തേക്ക് വർഷ മനഃപൂർവ്വം തന്നെ നന്നായിട്ട് ചൂട് പിടിക്കുന്നു കേട്ടോ. അയാൾ വേദന കാരണം പൊളയുന്നുണ്ട് കേട്ടോ. അയ്യോ എനിക്കിതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. 5 വേണമെങ്കിലോ നന്നായിട്ട് ചൂട് പിടിച്ചാലേ വേദന പെട്ടെന്ന് മാറുള്ളൂ അങ്കിൾ, അല്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ ഈ ചൂട് വേണ്ട, ഇത് മാറും, പെട്ടെന്ന് തന്നെ മാറും എന്ന് പറയുന്നു. ഞാൻ എന്നാൽ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ വർഷയെന്ന് പറഞ്ഞിട്ട് അഞ്ചങ്ങോട്ട് മാറുന്നു. നന്നായിട്ട് ചൂട് പിടിച്ചാലാണ് തൻ്റെ ഈ വേദനയൊക്കെ മാറുള്ളൂ, ഇതോടുകൂടി തൻ്റെ വേദന മാറണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചൂടുവെള്ളത്തിൻ്റെ ചെമ്പടക്കം തൻ്റെ ശരീരത്തിൽ വെക്കുന്നു. ആകെ പൊള്ളുന്നുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെ എണീറ്റ് ഓടുക കേട്ടോ ചെയ്യുന്നത് ചന്ദ്രദാസ്. ആ സമയത്ത് തന്നെ അവിടേക്ക് വിവേക് വരുന്നുണ്ട്. വിവേക് പറയുന്നുണ്ട്, അയ്യോ ആ ചന്ദ്രദാസിൻ്റെ സൗണ്ടാണ്, ഇയാളെ അവൾ കൊന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വർഷയാണ് ആള്, അവളെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് വേദന കൊണ്ട് പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദന കൊണ്ട് ഓടി വരികയാണ് ചന്ദ്രദാസ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ വർഷ പറയുന്നുണ്ട്, താൻ ഇവിടെ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ നാരായണി ചേച്ചി എൻ്റെ അച്ഛൻ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വിവേകാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വിവേകിനെ കാണുമ്പോഴത്തേനും വർഷ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഇയാളെല്ലാം കേട്ടോ എന്ന മട്ടിൽ തന്നെ. അപ്പോഴത്തേനും വേഗം താൻ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ഇടുന്നു. അഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. എന്താങ്കിളെ എന്തൊരു സൗണ്ട്, എന്തിൽ നിലവിളിയാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും വർഷ പറയുന്നുണ്ട്, ഇയാൾ നന്നായിട്ടൊന്ന് ചൂട് വെച്ചത് അയാളുടെ വേദനയൊക്കെ മാറട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഞാനും പേടിച്ചു പോയി, എന്തൊരു നിലവിളിയാണെന്ന് പറഞ്ഞിട്ട് ഇനി ചൂട് വെക്കേണ്ടേ, അല്ല നിങ്ങൾ വയ്ക്കോ, ഞാനും വർഷയും കൂടി ഇത് ചെയ്തോളാം. അത് പറ്റില്ലല്ലോ അങ്കിളെ, എന്തായാലും വർണ്ണമാല പറഞ്ഞതുപോലെ നമുക്കൊന്നിതിലെ നടക്കാം. ആ സമയത്ത് അങ്കിളിന് പറ്റിയ ഈ കുട്ടികൾക്കൊക്കെ ജോലിക്ക് പോകണ്ടേ, അതുകൊണ്ട് അങ്കിളിന് പറ്റിയ ഒരാൾ ഇന്ന് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ കവടി നിരത്തി താങ്കളുടെ ഭാവി കാര്യങ്ങളൊക്കെ ഒന്ന് പറയും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേകാണെങ്കിലോ രാജ്കുമാറിനെ എന്ന് പറഞ്ഞിട്ടുള്ള ചന്ദ്രദാസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കൊണ്ടുപോകുന്നു കേട്ടോ. അപ്പോൾ ഇതിന് അഞ്ജു പറയുന്നുണ്ട്, വിവേകിനെ കുറിച്ച് താൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാളെക്കുറിച്ച് ഓവറായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആ സമയത്ത് എന്തായാലും വർഷയ്ക്ക് ഒരു ആശ്വാസം പോലെയാവുന്നുണ്ട്. അയാളെ വിളിച്ചു വരുത്തി പിടിച്ചു കൊണ്ടുപോവാണ്. അങ്കിളിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കണ്ടോ, ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് അങ്കിളെ, അല്ലാതെ ഇപ്പം എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. ഇവൻ എന്തെങ്കിലും മനസ്സിലായോ ഞാൻ ആരാണെന്നുള്ളത്? അങ്കിൾ ഒരു കാര്യം ചെയ്യും, എപ്പോഴും അങ്ങോട്ട് പോകണ്ട, അങ്കിളിന് ഞാനുണ്ടല്ലോ സംസാരിക്കാൻ, നമുക്ക് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് വിവേക് പിടിച്ച് വലിച്ച് ദേഷ്യപ്പെട്ട് പോകുന്നു കേട്ടോ. പിന്നെയും ചാർബിളയും വർഷയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം മോളെ എന്തൊക്കെയാണ് അവിടെ പ്രശ്നം, അയാൾ ആരാണ്? അതൊന്നും പറയണ്ട അമ്മേ, എന്നെ വയനാട്ടിൽ വെച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച എൻ്റെ രണ്ടാനച്ഛൻ്റെ സുഹൃത്താണ്. നാരായണ ചേച്ചി വിവാഹം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ്, ആ പ്രായമുണ്ട്, എന്നെ വിവാഹം കഴിക്കാനായിട്ട് നടക്കുകയാണ്. എൻ്റെ രണ്ടാനച്ഛൻ പറഞ്ഞതിന് ശേഷം അയാൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. അയാൾ എങ്ങനെയെങ്കിലും തുരത്താൻ പറ്റുന്നില്ല, കാരണം എല്ലാവരുടെ മുന്നിലും ആ പേര് പറഞ്ഞ് ആകെ പ്രശ്നമാവില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേനും മോൾ വിഷമിക്കേണ്ട, മോൾക്ക് ദോഷമൊന്നും ഉണ്ടാകരുത്, ആ പേര് പറഞ്ഞു രാജ്കുമാർ സാറ് എന്ന് പറയുന്ന ഒരാൾ ഇല്ല, അത് ഞാനാണ് ആ ഡീറ്റെയിൽസ് തരുന്നതെന്ന്. ഇല്ല അമ്മേ, അത് പറഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ നാരായണ ചേച്ചി അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതിനെ കൊന്നു കളയും. ആ സമയത്ത് വിവേക് എല്ലാം തന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഈ പ്രശ്നം എങ്ങനെ മോളെ പരിഹരിക്കുക, പിന്നെ അതൊരു കാര്യം ചെയ്യാനേ പറ്റുള്ളൂ. നാരായണ ചേച്ചി അവിടെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രാജ്കുമാർ എന്ന ആൾ ഈ ചന്ദ്രദാസ് എന്നറിഞ്ഞാൽ വിക്രം സാർ എന്നെ അയാളെ കൊന്നു കളയില്ലേ എന്ന് പറയുന്നുണ്ട്. നീ മിടുക്കിയാണല്ലോ, എൻ്റെ സെലക്ഷൻ തെറ്റിയില്ലല്ലോ, കാരണം ചെവിക്കും എൻ്റെയും നടയ്ക്കും നിന്നെ നിർത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വിവേകാണെങ്കിലോ നിൻ്റെ നാരായണ ചേച്ചിയെ ഞാൻ രക്ഷിക്കും, അതിലൂടെ നിന്നെയും ഞാൻ രക്ഷിക്കും കേട്ടോ വർഷയെന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്താണ് വിക്രമൻ ചാർമേളേനെ വിളിക്കുന്നുണ്ട്. നീ എവിടെയാണ് ചോദിക്കുന്നപ്പോൾ ഞാൻ അമ്പലത്തിലല്ല ഏട്ടാ, ഏട്ടൻ വന്നോ, എന്തായി കാര്യങ്ങൾ? അതിപ്പോൾ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല, കുറച്ച് കാര്യങ്ങൾ നിന്നോട് വ്യക്തമായി സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരു ദേഷ്യത്തിൻ്റെ സ്വരത്തിലാണ് കേട്ടോ വിക്രമൻ. എല്ലാം അറിഞ്ഞല്ലോ, ഷാർമിളയാണ് തന്നെ ചതിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ രാജ്കുമാർ എന്ന വ്യക്തി ചന്ദ്രദാസാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥ പിന്നീടും വേറെ രീതിയിൽ തന്നെയായിട്ട് മുന്നോട്ട് പോവുക. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.